വിധി വൈപരീത്യം മൂലം ജീവിതത്തിൽ നിന്നൊറ്റപ്പെട്ട് സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ട അജിത കൂത്താണ്ടൂർ ക്ഷേത്രമുറ്റത്തെത്തി. നിറവർണ്ണങ്ങളോടെ തങ്ങളെ സ്വീകരിക്കുന്ന ആ ഗ്രാമത്തിൽ അവരുടെ ഉത്സവത്തിൽ അവൾ പങ്കെടുത്തു. കൂത്താണ്ടവരുടെ മണവാട്ടിയായി, ഇരാവന്റെ വധുവായി, മോഹിനിയായി അജിത മാറി. ഇരാവാന്റെ താലിചാർത്തിന് കാത്തുനിന്ന അവളുടെ മനസ്സിലേക്ക് ഇരാവാന്റെ കഥകൾ ഓരോന്നായി ഒരു മായ പോലെ കടന്നു വന്നു. തുടർന്ന് കാണുക. ഒടുവിൽ ധർമാധർമ്മങ്ങളുടെ ഏറ്റുമുട്ടൽ ഒഴിവാക്കുവാനാവാതെ കുരുക്ഷേത്ര യുദ്ധം ആസന്നമായി. സരസ്വതി നദീതീരത്തെ ആയിരക്കണക്കായ പടകുടീരങ്ങളിൽ വീരന്മാരായ യോദ്ധാക്കൾ കുതിരകളെയും രഥങ്ങളെയും ആനകളെയും ഒരുക്കി കാത്തിരുന്നു. ഒരു പകലിനപ്പുറം ഹസ്തിനപുരിയുടെ അവകാശത്തിനായി രക്തവും ബന്ധവും ഇഴയേർന്ന രാജവംശങ്ങൾ തമ്മിലുള്ള ഒരു മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. മഹാരാജാക്കന്മാരുടെ വർണ്ണാഭമായ പടകുടീരങ്ങളിലെ യാഗശാലകളിൽ നിന്ന് ഒഴുക്കിയ ഹവിസിന്റെ വാസനപ്പുക ധർമ്മഭൂമിക്ക് മേലെ നീലനിറമാർന്ന മേഘക്കൂട്ടങ്ങളായി സരസ്വതിയുടെ സ്നാനഘട്ടത്തിലേക്ക് നീങ്ങി. കുരുക്ഷേത്ര ഭൂമിയുടെ കിഴക്കുഭാഗത്ത് ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവരും, പടിഞ്ഞാറ് ഭാഗത്ത് യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ പാണ്ഡവരും 3 ദിനങ്ങളിലായി ദേവകളുടെയും ഋഷികളുമാരുടെയും പ്രീതിക്കും യുദ്ധവിജയത്തിനുമായി പൂജകളും യാഗങ്ങളും നടത്തുകയാണ്. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന്റെ വെള്ളി നിറമാർന്ന പടകുടീരത്തിലെ യാഗശാലയിൽ മുഖ്യ പുരോഹിതൻ മുനിശ്രേഷ്ഠൻ ധൗമ്യ മഹർഷിയും ശിഷ്യരും മഹായാഗത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്നു. സരസ്വതി തീർത്ഥം നിറഞ്ഞ കലശങ്ങൾ കാമ്യവനത്തിലെ പുതുപുഷ്പങ്ങളാൽ അലങ്കരിച്ചു. പുരോഹിതരുടെ കയ്യിൽ നിന്നുതിർന്ന ഹവിസും ദ്രവ്യങ്ങളും അഗ്നിയെ ശുദ്ധമാക്കി പുതിയ പുകച്ചുരുളുകൾക്കുള്ളിൽ ഗന്ധം പരത്തി. യാഗമന്ത്രങ്ങൾക്ക് മാനം നൽകി യാഗശാലയ്ക്ക് ചുറ്റും പാണ്ഡവരും മഹാരാജാവ് ദ്രുപദനും മറ്റ് സാമന്ത രാജാക്കന്മാരും കാലഗണങ്ങളുടെ നിയാതാവായ കൃഷ്ണനുമൊപ്പം മഹായുദ്ധത്തിന്റെ ആരംഭം സമയം കുറിക്കുന്ന ഋഷികളുടെ വാക്കുകൾക്കായി കാത്തിരുന്നു. പടകുടീരത്തിന് പുറത്ത് ശകുനലക്ഷണങ്ങൾ നോക്കി തിരികെ എത്തിയ സഹദേവൻ അഗ്നിയെ വലം വച്ച് രാശിപ്പലകയ്ക്ക് മുമ്പിൽ ഇരുന്നു. ജ്യോതിശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ സഹദേവൻ ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവരുടെ ജന്മരാശികളുടെ ജയപരാജയങ്ങളെ തിരയാൻ ആരംഭിച്ചു. രാശിപ്പലകയിലെ 12 ഭാവങ്ങളിൽ ചിതറിക്കിടക്കുന്ന കരുക്കൾ സഹദേവന് ഗ്രഹങ്ങളുടെ ലഗ്നലക്ഷണങ്ങൾ കാണിച്ചു കൊടുത്തു. ലക്ഷണങ്ങൾ കണ്ടു പറയൂ സഹദേവ, നക്ഷത്രങ്ങൾ എന്തു പറയുന്നു? ഈ യുദ്ധത്തിൽ ധർമ്മത്തിന് നേട്ടമാവുമോ? അർജുനൻ ആകാംക്ഷയോട് സഹദേവനോട് ചോദിച്ചു. പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന കാറ്റ്. ഇന്നലെ മുതൽ കിളികൾ തെക്കോട്ട് പറക്കുന്നു. ഇടതുവശത്ത് കാക്കകൾ കരയുന്നു. മൈനകൾ ഭൂമിയുടെ തണുപ്പിലേക്ക് പറന്നിറങ്ങുന്നു. കഴുകന്മാർ കിഴക്കേ മാനത്ത് വട്ടം ചുറ്റി പറക്കുന്നു. കുരുക്ഷേത്ര മണ്ണിൽ രക്തസമുദ്രം നിറയാനിരിക്കുന്നതിന്റെ സൂചനയാണ്. സഹദേവൻ പറഞ്ഞു തുടങ്ങി. ലക്ഷണങ്ങൾ എന്തായാലും നമ്മൾ ധർമ്മത്തിനു വേണ്ടി പോരാടും. ഭീമന്റെ വർത്തമാനം കേട്ട സഹദേവൻ ഒന്ന് മന്ദഹസിച്ചു. അതേ ഭീമ, യുദ്ധം തുടങ്ങേണ്ടത് തന്നെ. കാരണം
കാറ്റ് പടിഞ്ഞാറോട്ടാണ് വീശുന്നത്. അതൊരു അനുകൂല ഘടകമാണ്. എന്നാൽ എന്താണ് സഹദേവ, പറയൂ? അശ്വിനി നക്ഷത്രം, അതിന്റെ പ്രകാശം ഇന്ന് വിചിത്രമാണ്. ചന്ദ്രന്റെ വലയം കറുപ്പിച്ച് മഞ്ഞ നിറം പ്രാപിച്ചിരിക്കുന്നു. അമാവാസിക്ക് മുമ്പേ ഗ്രഹണം. കൗരവർ അമാവാസി നാളിൽ യുദ്ധം ആരംഭിച്ചാൽ ഹസ്തിനപുരിയുടെ അവകാശികൾ അവരാകും. സഹദേവൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ധർമ്മം നിലനിൽക്കും അർജുന, എന്നാൽ അതിന്റെ വില ജന്മബന്ധങ്ങളുടെ ഇല്ലായ്മ തന്നെയാവും. കൗരവർ യുദ്ധം ജയിക്കുമെന്നും നമ്മൾ തോൽക്കുമെന്നും ഹസ്തിനപുരി നമുക്ക് നഷ്ടമാകുമെന്നും ഭീമശപഥം കാലങ്ങൾക്കപ്പുറത്തേക്ക് മറയുമെന്നും പാണ്ഡവ മുഖങ്ങൾ അസ്വസ്ഥമായി അവർ പരസ്പരം നോക്കി. അസ്വസ്ഥരായ അവർ ധൗമ്യ മഹർഷിയെ നോക്കി. എല്ലാം ശുഭകരമല്ലേ മഹർഷി? അതെ, അഗ്നി, ഇന്ദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ദുർഗ, എല്ലാ ദൈവങ്ങളും തൃപ്തരാണ്. എന്നിട്ടും എന്തേ യുദ്ധവിജയം നമുക്കല്ലാത്തത്? എന്താണ് തടസ്സം മഹർഷി? കുടീരത്തിന് മുകളിലൂടെ സമയം തെറ്റിയെത്തിയ ഒരു രാപ്പക്ഷി അശുഭമായി ചിലച്ച് കാമ്യവനത്തിന്റെ ഇരുളിമ തേടി പറന്നകന്നു. ധൗമ്യ മഹർഷിയുടെ വാക്കുകൾ നിശബ്ദതയ്ക്കുള്ളിൽ വീണ പോലെ പടകുടീരത്തിൽ ഇടിമുഴക്കമായി. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, എല്ലാ ദൈവങ്ങളും ധർമ്മത്തിനൊപ്പമാണ്. പക്ഷേ ധർമ്മം പുലരാൻ പാണ്ഡവർ ഹസ്തിനപുരിയുടെ അവകാശികളായി മാറുവാൻ ഇരുട്ടുമൂടി അമാവാസി നാളിൽ യുദ്ധം തുടങ്ങരുത്. അതുമാത്രമല്ല, രക്തപ്രിയയായ കാളി രക്തം കൊതിക്കുന്നു. യുദ്ധത്തിൽ ധൈര്യം നൽകുന്ന ഉഗ്രരൂപിണിയായ കാളിയെ തൃപ്തിപ്പെടുത്താതെ ഈ ധർമ്മയുദ്ധത്തിൽ പാണ്ഡവർക്ക് വിജയം പ്രാപിക്കാനാവില്ല. കാളീദേവി രക്തപ്രിയയാണ്. യുദ്ധത്തിലെ ധർമ്മം നിലനിർത്താൻ ഒരു വീരന്റെ ആത്മബലി അവൾ തേടുന്നു. പാണ്ഡവവംശത്തിൽ നിന്നൊരു രക്തത്തുള്ളി കാളിക്ക് വേണം. കാളിക്ക് ബലി വേണം, നരബലി. കിഴക്ക് നിന്ന് തണുത്ത കാറ്റ് പടകുടീരത്തിന്റെ തിരശീലകൾ ഇളക്കി ഉള്ളിലെ യാഗാഗ്നിക്ക് മേലെ മരണത്തിന്റെ മണം പടർത്തി പുറച്ചു നിന്നു. ബലിയും പാണ്ഡവ യോദ്ധാക്കൾ തെല്ല് നടുക്കത്തോടെ ധ്യാമമഹർഷിയെ നോക്കി. പാണ്ഡവർക്കായി ബലി നൽകാൻ 10,000-കണക്കിന് യോദ്ധാക്കൾ ഒരുക്കമാണ്. പക്ഷേ അത് യുദ്ധത്തിലാണ്. ഇത് ദേവപ്രീതിക്ക് ബലിദാനിയാകുവാൻ അവരിൽ ആരാണ് ധൈര്യപ്പെട്ട് മുന്നോട്ട് വരിക? നരബലി തന്നെ വേണമോ? രൗദ്രയായ കാളിയെ ശാന്തയാക്കുവാൻ യുദ്ധഭൂവിൽ ദേവി നമ്മോട് ചേർന്ന് നിൽക്കാൻ മറ്റു വഴികളില്ലേ? സംശയങ്ങളും ചോദ്യങ്ങളുമായി നിൽക്കാതെ ഭൂമി ചന്ദ്രന്റെ മുഖം മറയ്ക്കും മുമ്പ് ദേവിയെ സംപ്രീതിയാക്കുവാൻ ശ്രമിക്കൂ യുധിഷ്ഠിര, മഹർഷി പറഞ്ഞു. പടകുടീരങ്ങൾക്ക് ചുറ്റുമുള്ള വീരയോദ്ധാക്കളിൽ ആരെയെങ്കിലും വേഗം കണ്ടെത്തൂ, യുധിഷ്ഠിരൻ കൽപ്പിച്ചു. ഹേ യുധിഷ്ഠിര, അധർമ്മം ചെയ്യാതെ. ബലി നൽകേണ്ടത് നിങ്ങളുടെ അടിമയായ ഒരു കുന്തക്കാരനല്ല. പാണ്ഡവ കുലത്തിൽ പിറന്ന എല്ലാം തികഞ്ഞ വീരനെ കാളിമാത നുണയേണ്ടത് പാണ്ഡവന്റെ വീരരക്തമാണ്. പാണ്ഡവന്റെ രക്തമോ? പാണ്ഡവരിൽ ആരുടെ? എന്റെയോ? കരുത്തനായ ഭീമന്റെയോ? വീരനായ അർജുനന്റെയോ? അതോ സ്വാത്വികരായ നകുല സഹദേവന്മാരുടെയോ? ഞങ്ങളിൽ ഒരാൾ നഷ്ടപ്പെടാനാണെങ്കിൽ എന്തിനാണ് യുദ്ധം? പറയൂ കൃഷ്ണ. ദേവകാല സഞ്ചാരിയായ കൃഷ്ണന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. യുധിഷ്ഠിര, ഇതൊരു ധർമ്മയുദ്ധത്തിന്റെ പുറപ്പാടാണ്. യുദ്ധത്തിൽ ഞാനും നീയും ഒക്കെ ചിലപ്പോൾ ഇല്ലാതാവും. കാലത്തിന്റെ നിയതികളിൽ നമ്മുടെ ജീവിതചര്യകൾ പണ്ടേ കുറിക്കപ്പെട്ടതാണ്.
ഭൂമിയിലെ കൽപ്പിത കർമ്മങ്ങൾക്ക് ശേഷം നമ്മൾ ഏവരും ദൈവലോകത്തിന്റെ അനന്ത ശാന്തതയിലേക്ക് മടങ്ങേണ്ടവരാണ്. നാം ഈ യുദ്ധം ജയിക്കണമെങ്കിൽ കാളിപൂജ അനിവാര്യമാണ്, കൃഷ്ണൻ പറഞ്ഞു. പാണ്ഡവകുലത്തിന്റെ വംശപരമ്പരകളിലെ വീരന്മാർ ആരെങ്കിലും കാളിക്ക് ബലിയായേ പറ്റൂ. യുധിഷ്ഠിരൻ ചുറ്റും നോക്കി. പടകുടീരത്തിന്റെ തിരശീലകൾ കടന്നെത്തിയ നേർത്ത പകൽ അതിന്റെ അരണ്ട വെളിച്ചത്തിൽ പാണ്ഡവരുടെയും വീരന്മാരായ പുത്രന്മാരുടെയും വിവർണമായ മുഖങ്ങൾ ഏറെ അപരിചിതമായി തോന്നി. കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടരും. കാത്തിരിക്കുക.